എനിക്ക് തോന്നുന്നു 2024 കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു മികച്ച ചിത്രം. എല്ലാവരും വന്ന് കാണുക, അതായിരിക്കും. ആക്ടിങ് വൈസ് ഒക്കെ നോക്കിയാൽ നല്ല രീതിക്കാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ പ്രിയം എന്ന് പറയുന്ന ഒരു ഫണ്ട് എടുത്ത പുള്ളിക്കാരനാണ് ചെയ്തേക്കുന്നത് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതൊന്നും അതിൻ്റെയൊക്കെ ഒരു വൻ തിരിച്ചുവരവ് ഫീനിക്സിന് ശേഷം ഒരു നല്ലൊരു ചിത്രമാണ് കണ്ടുവരുന്നത്. പടം ത്രില്ലിംഗ് ആണ്. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്കിങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് വെച്ച് കാണാൻ പറ്റുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ മികച്ചൊരു ത്രില്ലിംഗ് ചിത്രമാണ് ഈ 2024. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഇത്രയും ത്രില്ലിംഗ് ആയിട്ടൊരു ചിത്രം വന്നിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകരെന്തായാലും ഏറ്റെടുക്കും. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരതിനകത്തൊരു വലിയ ആശയം കൊടുക്കുന്നുണ്ട്. ഒരു നല്ല രീതിക്കുള്ള ആശയമാണ് ആ ചിത്രത്തിലൂടെ ഡയറക്ടർ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തേക്കുന്നത്. എന്തായാലും ആ ആശയം ആൾക്കാരിലേക്ക് എന്തായാലും എത്തണം. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ജനങ്ങളുടെ കാശിനോടുള്ള അമിതമായുള്ള ആർത്തി അതാ ഡയറക്ടർ അതിമനോഹരമായി ഈ ചിത്രത്തിലൂടെ കാണിച്ചേക്കുന്നത്. ഞാൻ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാര്യം എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ബാഹുബലി സിനിമ ഇറങ്ങിയ ടൈമിൽ നമ്മൾ സെക്കൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ. എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷം ഞാൻ രണ്ടാമത് ഒരു വെയിറ്റ് ചെയ്യുന്ന ചിത്രമാണ് ഈ അന്ധകാര എന്ന് പറയുന്ന മൂവി. സിനിമ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. തീംസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. സാധ്യത കാണുന്നുണ്ട്. പക്ഷേ എന്താ പറയണ്ടേ, കുറച്ചുകൂടിയൊക്കെ ഒന്ന് വരാനുണ്ട്. റിയൽ സ്റ്റോറിയുടെ കോൺസെപ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ കൂടി വരാനുണ്ട്. പണത്തിൻ്റെ പുറകെയുള്ള ഓട്ടം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളൊരു സാധനം കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ പണം എന്ന് പറയുന്നത് കൊണ്ടൊരു കാര്യവുമില്ല. ഇങ്ങനെ ആർത്തി പിടിച്ച് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ട് പ്രയോജനം ഇല്ല എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ വർക്ക്, മ്യൂസിക്, പിന്നെ പുതിയതായിട്ട് അഭിനയിക്കുന്ന കുറച്ച് ആളുകൾ, പുതിയ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ടും തോന്നി. പിന്നെ ഡയറക്ഷനും കൊള്ളാം, കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ അവസാനം അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോങ്സ് കൊള്ളാം, നല്ല ലിറിക്സും കാര്യങ്ങളും ഒക്കെയാണ്, നല്ല പിക്ചറൈസേഷനും ഒക്കെയാണ്. കണ്ടിരിക്കാം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും.